നമസ്കാരം, ലേറ്റസ്റ്റ് ടെക് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെലിഗ്രാം എന്ന ആപ്പ് നമ്മുടെ ഇടയിലേക്ക് വന്നിട്ട് അധികമൊന്നുമായില്ല. ശരിക്കും പറഞ്ഞാൽ ടൊറൻറ്റ് ഡൗൺലോഡിന് ഒരു റെസ്ട്രിക്ഷൻസ് ഇന്ത്യയിൽ വന്ന ശേഷമായിരിക്കാം ടെലിഗ്രാം ഇത്രയും പോപ്പുലറായത്. ശരിക്കും ടെലിഗ്രാം എന്ന ആപ്പ് 2013 ലോഞ്ച് ചെയ്യുന്നത്. എന്നാൽ 2016 ടൊറൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് ഇന്ത്യയിൽ മുറുകിയപ്പോഴാണ് ടെലിഗ്രാം ശരിക്കും കത്തിക്കേറി ഇവിടെ മൊത്തം പറന്നത്. ടെലിഗ്രാം ശരിക്കും സോഷ്യൽ മീഡിയ മെസ്സേജിങ് ആപ്പ് മാത്രമാണ്. വാട്സാപ്പും ഫേസ്ബുക്ക് മെസ്സഞ്ചറൊക്കെ പോലെ ഒരു മെസ്സേജിങ് ആപ്പാണ്. ബട്ട് ബാക്കി പോപ്പുലറായിട്ടുള്ള മറ്റ് മെസ്സേജിങ് ആപ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെലിഗ്രാമിന് വ്യത്യസ്തമായി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഫയൽ ഷെയറിംഗ് ഫീച്ചറാണ്. അത് വെറുതെ ഫയൽ ഷെയറിംഗ് അല്ല, 1.5 GB വരെയുള്ള സിംഗിൾ ഫയൽ നിങ്ങൾക്ക് ടെലിഗ്രാം വഴി ഷെയർ ചെയ്യാൻ സാധിക്കും. വാട്സാപ്പിലൊക്കെ 100 MB ആണ് മാക്സിമം ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെയാണ് 1.5 GB ആണ് വരെയുള്ള സിംഗിൾ ഫയൽസ് നമുക്ക് ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വന്നപ്പോൾ മൂവീസും സോഫ്റ്റ്വെയർസും ഗെയിംസും എല്ലാം ടെലിഗ്രാമിൽ വന്നു തുടങ്ങി. അങ്ങനെയാണ് ടെലിഗ്രാം എന്ന ആപ്പ് ഇന്ത്യയിൽ ഇത്രയും പോപ്പുലർ ആകാൻ കാരണം. ഇപ്പോൾ ഇതാ ടെലിഗ്രാം എന്ന ആപ്പിന് പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിരിക്കുന്നു. ആ അപ്ഡേറ്റ് വഴി നിങ്ങളുടെ ടെലിഗ്രാം ആപ്പ് വേർഷൻ നമ്പർ 6.3.0 ആകും. ഈ ഒരു അപ്ഡേറ്റ് വഴി നിങ്ങൾക്ക് കുറച്ച് രസകരമായിട്ടുള്ള ഫീച്ചേഴ്സ് ലഭ്യമാവുന്നതാണ്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പുതിയ അപ്ഡേറ്റിലൂടെ വന്ന ഫീച്ചേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ ഫയൽ ഷെയറിംഗ് സൈസ് ലിമിറ്റിൻ്റെ വർധനവ്. നിങ്ങൾക്കറിയാം, 2014 മുതൽക്കാണ് ടെലിഗ്രാമിൽ 1.5 GB ഫയൽ ഷെയറിംഗ് നൽകി തുടങ്ങിയത്. ഇപ്പോൾ ഇതാ ആ ഒരു ലിമിറ്റിനെ ഇംപ്രൂവ് ചെയ്ത് അവർ 2 GB ആക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, വാട്സാപ്പിൽ 100 MB വരെയാണ് മാക്സിമം സൈസ് ലിമിറ്റ് ഉള്ളത്. അവിടെയാണ് 2 GB തരുന്നത്. അതെ, 2 GB സൈസ് വരുന്ന സിംഗിൾ ഫയൽസ് ലൈക്ക് വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എക്സെട്ര ഒക്കെ ഇനി സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതുവരെ മൂവീസൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരുന്നത് 1080p റെസൊല്യൂഷനിൽ 5.1 ഓഡിയോ ഒക്കെ വരുന്നത് മാക്സിമം ലിമിറ്റ് 1.4 GB ആയിരുന്നു. ഇനി അത് 2 GB വരെയുള്ള സൈസ് ആക്കുന്നു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയിലും റെസൊല്യൂഷൻസും തരുന്നത് ഇനിയപ്പോൾ പ്രതീക്ഷിക്കാം. മൂവീസിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ ഫോണിലൊക്കെ ഇപ്പോൾ 4K റെസൊല്യൂഷൻസിലുള്ള വീഡിയോസ് എടുക്കുന്നവരാണ്. അങ്ങനെയുള്ള വീഡിയോസിൻ്റെയൊക്കെ സൈസും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതും നമുക്ക് ഇനി 2 GB വരെയുള്ളതൊക്കെ ഇനി മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. വെറുതെ ഗൂഗിൾ ഡ്രൈവിൽ കയറി അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിലും ഒരു സ്റ്റോറേജ് ലിമിറ്റ് ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ 2 GB വരെയുള്ള ടെലിഗ്രാമിൻ്റെ ഈ ഒരു ഫയൽ ഷെയറിംഗ് വളരെ എളുപ്പവുമാണ്, വളരെ ഹെൽപ്ഫുള്ളുമായിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് പ്രൊഫൈൽ ഫോട്ടോയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി പ്രൊഫൈൽ ഫോട്ടോ എന്ന് വിളിക്കുന്നതിന് പകരം പ്രൊഫൈൽ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നമുക്ക് ഇനി പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനൊരു സ്പെസിഫിക് ഫ്രെയിം ലിമിറ്റ് ഉണ്ട്. ആ ഒരു ഫ്രെയിം ലിമിറ്റിനുള്ളിൽ കൊള്ളുന്ന രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പ്രൊഫൈലിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ കോൺടാക്ട്സിലുള്ള മറ്റാരെങ്കിലും നമ്മുടെ പ്രൊഫൈലിൽ കയറിയാൽ പ്രൊഫൈൽ പിക്കായിരിക്കില്ല ഇനി കാണുന്നത്, പകരം നമ്മൾ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ ആയിരിക്കും അവർ കാണുന്നത്. തകർപ്പൻ ഫീച്ചറല്ലേ? കഴിഞ്ഞില്ല, ഇൻസൈഡ് ആപ്പിലുള്ള ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എഡിറ്റേഴ്സിലും കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. ഇതിൻ്റെ ചാറ്റ് ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് ആണ് അടുത്ത അപ്ഡേറ്റായി പറയാനുള്ളത്. നമുക്കിപ്പോൾ ഇനി തംബ്നെയിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ആ ഒരു ഐക്കൺ നമുക്ക് ഡിസ്പ്ലേ ആയി കാണാൻ സാധിക്കുന്നു. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ആർക്കെങ്കിലും ഒരു പിക്ക് സെൻഡ് ചെയ്താൽ അയാൾക്ക് ടെലിഗ്രാമിൽ കയറാതെ തന്നെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻസിൽ നമ്മുടെ മെസ്സേജ് കാണിക്കുന്നതിനോട് കൂടെ ആ ഒരു പിക്കിൻ്റെ തംബ്നെയിൽ കൂടി കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഡയറക്റ്റ് ടെലിഗ്രാമിൽ കയറാതെ തന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ആ മെസ്സേജിന് റിപ്ലൈ തരാനും ആ ഫോട്ടോ കാണാനും സാധിക്കുന്നു. കൂടാതെ ചാറ്റ് ഓപ്ഷൻസിൽ അഡീഷണലായിട്ട് കുറച്ച് രസകരമായിട്ടുള്ള ഇമോട്ടിക്കോൺസ് കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവയൊന്നും കൂടാതെ ടെലിഗ്രാം ആപ്പിൽ വന്നിട്ടുള്ള മറ്റു ഫീച്ചറാണ് പീപ്പിൾ നിയർ ബൈ ഫീച്ചർ. നമ്മുടെ ലൊക്കേഷനോട് അടുത്ത് കിടക്കുന്ന നമ്മുടെ കോൺടാക്ട്സിലുള്ള മറ്റ് മെമ്പേഴ്സ് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മളിൽ നിന്നും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പീപ്പിൾ നിയർ ബൈ ഫീച്ചർ വെച്ചിട്ട്. പിന്നെ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾക്ക് മെസ്സേജ് അയക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ സെറ്റ് ചെയ്യാനായിട്ടും ഒരു ഓപ്ഷൻ പുതിയതായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 500 മെമ്പേഴ്സിൽ കൂടുതലുള്ള ഗ്രൂപ്പ്സിൽ ഒരു ബെറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക്
കാണാനായിട്ട് സാധിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ് ഇതിൻ്റെ വീഡിയോ എഡിറ്ററിൽ, ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്ററിൻ്റെ കാര്യത്തിൽ വീഡിയോ ക്രോപ്പ് ചെയ്യാനും റൊട്ടേഷൻ കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പുതിയ ഈ അപ്ഡേറ്റ് വഴി. പിന്നെ നിങ്ങൾ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയാൻ പാടില്ല. നമ്മൾ വാട്സാപ്പ് വെബ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടെലിഗ്രാമിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് വേർഷൻ ഉണ്ട്. ടെലിഗ്രാമിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ടെലിഗ്രാമിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ നമ്പർ യൂസ് ചെയ്യുന്നവർക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നമുക്ക് ഇനി ഡെസ്ക്ടോപ്പ് വേർഷനിൽ സാധിക്കും. ഫോണിൽ നമുക്ക് ആൻഡ്രോയിഡ് വേർഷൻസിൽ നമുക്ക് നേരത്തെ സാധിക്കുമായിരുന്നു, അതിപ്പോൾ ഡെസ്ക്ടോപ്പ് വേർഷൻസിലും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ടെലിഗ്രാമിൻ്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇതുപോലെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസും അപ്ഡേറ്റ്സും ഗാഡ്ജറ്റ് റിവ്യൂസും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.